ഹലോ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ജർമ്മൻ ഭാഷയിലുള്ള വവൽസിനെ കുറിച്ചും കോൺസണൻസിനെയും കുറിച്ചാണ് പഠിക്കുക. ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് 5 വവൽസാണ് ഉള്ളത്, എ ഇ ഐ ഒ യു. എന്നാൽ ജർമ്മൻ ഭാഷയിലേക്ക് വരുമ്പോൾ ഈ 5 കൂടാതെ ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഉ ഉംലൗട്ട്, എ എ ഉ. അപ്പം ഇങ്ങനെ 3 കൂടി ചേർത്ത് മൊത്തം 8 വവൽസാണ് ജർമ്മൻ ഭാഷയിൽ നമുക്കുള്ളത്. എന്താണ് കോൺസണൻസ്? കോൺസണൻസ് എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ അല്ലാത്തതെല്ലാം കോൺസണൻസ് ആണ്. ഇനി സ്വരങ്ങളെ തന്നെ, വവൽസിനെ തന്നെ നമ്മൾ നീട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ലോങ് വവൽസ്, ഷോർട്ട് വവൽസ് എന്നറിയപ്പെടുന്നു. എന്താണ് ഷോർട്ട് വവൽസ്? ജർമ്മൻ ഭാഷയിലുള്ള ഏതെങ്കിലും ഒരു വാക്കെടുത്ത് കഴിയുമ്പോൾ ആ വാക്കിൽ ഒരു വവലിന് ശേഷം ഒന്നിൽ കൂടുതൽ കോൺസണൻസ്, വ്യഞ്ജനങ്ങൾ വരികയാണെങ്കിൽ തൊട്ടു മുൻപുള്ള ഈ വവലിനെ നമ്മൾ ഷോർട്ടായിട്ട് ഉച്ചരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഒരു വവലിന് ശേഷം ഒന്നിൽ കൂടുതൽ കോൺസണൻസ് വരികയാണെങ്കിൽ തൊട്ടു മുമ്പുള്ള ഈ ഒരു വവലിനെ നമ്മൾ ഷോർട്ടായിട്ട് ഉച്ചരിക്കുന്നു. ഉദാഹരണം, ദർ മൻ, MANN, ആ എന്നുള്ള വവലിന് ശേഷം 2 കോൺസണൻസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ദർ ബാൾ, BALL, അല്ലെങ്കിൽ ദാസ് ബെറ്റ്, BETT. എ എന്നുള്ള വവലിന് ശേഷം ടെ എന്നുള്ള 2 കോൺസണൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. റെന്നൻ, അല്ലെങ്കിൽ ദാസ് ഡോയ്ച്ച്. ഇപ്പോൾ ഡോയ്ച്ച് എന്ന് പറയുമ്പോൾ എ ഉ എന്നുള്ള ഡിപ്തോങ്ങിന് ശേഷം, സ്വരത്തിന് ശേഷം ടെ, യെസ്, സേ, ഹ, ഇങ്ങനെ 4 കോൺസണൻസ് ആണ് വന്നിരിക്കുക. അതുകൊണ്ട് തൊട്ടു മുമ്പുള്ള വവൽസ് എ ഉ എന്നുള്ളത് ഓയ്, ഡോയ്ച്ച് എന്ന് ഷോർട്ടായിട്ട് ഉച്ചരിക്കുന്നു. ഇനിയും ഉദാഹരണങ്ങൾ, ദി സൊണ്ണെ, അതുപോലെ തന്നെ കൊമ്മൻ, ദർ ഹുണ്ട്, ദി കത്സെ, അല്ലെങ്കിൽ ദി മുട്ട. അപ്പോൾ ഇതെല്ലാം ഒരു വവലിന് ശേഷം ഒന്നിൽ കൂടുതൽ കോൺസണന്റ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഷോർട്ടായിട്ട് ഉച്ചരിക്കുക. ഇനി എന്താണ് ലോങ് വവൽസ്? ഇത്രമാത്രം. ഒരു ജർമ്മൻ വാക്കിൽ ഒരു വവലിന് ശേഷം ഒരു കോൺസണൻസ് മാത്രം വരികയാണെങ്കിൽ തൊട്ടു മുമ്പുള്ള ഈ വവലിനെ നമ്മൾ ലോങ് ആയിട്ട് ഉച്ചരിക്കുന്നു. ഉദാഹരണം, ദർ നാമെ, നാ എന്നുള്ളത് നീട്ടിയതിൻ്റെ കാരണം, ആ എന്നുള്ള വവൽ നമ്മൾ നീട്ടിയതിൻ്റെ കാരണം എം എന്നുള്ള സിംഗിൾ കോൺസണൻസ് വന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദർ നാമെ, ദർ ടാഗ്, ആ എന്നുള്ളത് നീട്ടുന്നു. ഗേബൻ, ഗേ കഴിഞ്ഞിട്ട് എ എന്നുള്ള സിംഗിൾ വവൽ, അതിനുശേഷം ഒരു സിംഗിൾ കോൺസണൻസ്, ബേ എന്നുള്ള സിംഗിൾ കോൺസണൻസ്, ഗേബൻ. ദർ ബോർഡൻ, അല്ലെങ്കിൽ റോട്ട്, ഗുഡ്. ദി ബ്ലൂമേ, ബ്ലൂ, ഊ നീട്ടി, ബ്ലൂമേ. ദി ഷൂളെ, അല്ലെങ്കിൽ സ്പേറ്റ്, ഗ്രീൻ. അപ്പോൾ ലൗഡ്, അതിനുശേഷം ഒരു കോൺസണന്റ് മാത്രം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗ്രീൻ എന്ന് ഉച്ചരിക്കുക, നീട്ടിയെടുക്കുക. അപ്പോൾ വവലിനെ കുറിച്ച്, ലോങ് വവൽ, ഷോർട്ട് വവൽ, ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9741357442. God bless you.